മദ്യപിച്ച വാഹനമോടിച്ച ലഹരി വിരുദ്ധ സ്ക്വാഡിന് പണി കിട്ടി. പത്തനംതിട്ടയിൽ നിന്നുള്ള ഈ ദൃശ്യം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ തൂഫാൻ തുടരുന്നതിനിടയിൽ നടന്ന ഈ സംഭവം പോലീസിനാകെ നാണക്കേടായതോടെ നടപടി വന്നിരിക്കുന്നു. മദ്യപിച്ച് വാഹനമോടിച്ച ഡിവൈഎസ്പിക്ക് കീഴിലെ ഡാൻസ് സ്റ്റാഫ് സംഘത്തിലെ 3 പേർക്കും സസ്പെൻഷൻ. മദ്യപിച്ച് വാഹനമോടിച്ച സംഘത്തെ ഓട്ടോ ഡ്രൈവറാണ് തടഞ്ഞു നിർത്തിയത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുലെ, പോലീസ് സേനയ്ക്കാകെ നാണക്കേടാണ്. മഫ്തിയിൽ പോലീസ് വാഹനത്തിൽ അങ്ങനെ ചുറ്റി നടക്കുകയാണ്, ലഹരി വലിച്ചു കയറ്റി മദ്യപിച്ച് മറ്റുള്ളവർ കൂടി അപകടമുണ്ടാക്കുന്ന തരത്തിൽ. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇറങ്ങി ഓടുകയാണ്. നാട്ടുകാർ ചേർന്ന് പിടികൂടുമ്പോൾ ആ ഡ്രൈവറും ഇറങ്ങി ഓടേണ്ടതാണ്. പക്ഷേ നിർവാഹമില്ലാതെ അതിനകത്ത് അയാൾ ഇരുന്നു പോയതാണ്. ആ ഒരു വണ്ടി തടഞ്ഞു നിർത്തി ഇത്തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിച്ച ആ ഒരു വനിതാ ഓട്ടോ ഡ്രൈവർക്ക് വലിയൊരു സല്യൂട്ട് തന്നെ നൽകണം. എന്താണെങ്കിലും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഇവർക്ക് സസ്പെൻഷൻ അല്ല, സർവീസിലിരിക്കാൻ പോലും യോഗ്യതയില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലേ ഗോകുൽ? ഷിഹാസ്, മദ്യപിച്ച് വാഹനം ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് പോലീസിലെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫിലെ 3 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ. പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിലെ സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നീ സിവിൽ ഓഫീസർമാർക്കെതിരെയാണ് നടപടി ഉണ്ടായത്. എന്തായാലും തുടർ നടപടിയും ഉണ്ടാകും. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഇവർ പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പല വാഹനങ്ങളിലും ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് നാട്ടുകാർ തടഞ്ഞു വെക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതോടെ പോലീസുകാരിൽ ഒരാൾ ഇറങ്ങി ഓടുകയും ചെയ്തു. മറ്റുള്ളവർക്ക് നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയുമായിരുന്നു. ലഹരിക്ക് പോലീസ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കുന്നതിനിടെ ഉദ്യോഗസ്ഥർ തന്നെ ലഹരിയിൽ മുങ്ങി വാഹനം ഓടിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തു. ഇന്നലെ അർദ്ധരാത്രി തന്നെ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുകയായിരുന്നുള്ളതാണ്, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഗുരുതരമായ ഈ സുരക്ഷാ വീഴ്ചയിൽ സസ്പെൻഷൻ കൂടാതെ തുടർ നടപടികൾക്ക് കൂടി ഒരുങ്ങിയിരിക്കുകയാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയും സംഘവും. തൂഫാൻ ടീം അടിച്ചു തൂഫാൻ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യങ്ങൾ വൈറലായിരിക്കുകയാണ്. ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഈ പദ്ധതി ഏറെ വിജയത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി മുൻപോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ആകെ നാണക്കേടുണ്ടാക്കുന്ന വിധം പോലീസുകാരുടെ പെരുമാറ്റം ഉണ്ടായത്. അതും ഡിവൈഎസ്പി ഓഫീസിന് സമീപത്ത് വെച്ച് തന്നെ ലഹരി വേട്ടയ്ക്കായി നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ സംഘം തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയത് ഡിപ്പാർട്ട്മെന്റിന് ആകെ നാണക്കേടായിരിക്കുകയുമാണ്. ശരി ഗോകുൽ, ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായത് നല്ല കാര്യമാണ്. പക്ഷേ പോലീസ് സേനയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും ബാക്കിയുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന, ക്രിമിനൽ മൈൻഡുള്ള ആളുകളുണ്ട്. ഇവരെ കണ്ടെത്തുക, അവരെ സ്പോട്ട് ചെയ്യുക, അവരെ പുറത്താക്കുക. അങ്ങനെയാണ് ഈ ഒരു പോലീസ് സേനയെ ശുദ്ധീകരിക്കേണ്ടത്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനമൈത്രി പോലീസിനെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്.